നിങ്ങളിൽ പലരും കുറച്ച് ദിവസങ്ങളായി ട്രീയെക്കുറിച്ച് കേട്ടിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ട്രീ ഒരു സംഘടനയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രൂപ്പോ കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലർ ചേർന്നുണ്ടാക്കിയ ആശയമോ അല്ല. മറിച്ച് ട്രീ എന്ന പദം അർത്ഥമാക്കുന്നത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദി എർത്ത് ആൻഡ് എൻവയറൺമെൻറ്റ് എന്നാണ്. അതായത് ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിൽ നമുക്കുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചു വർഷമായി നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം. ഏറെ ജലസമ്പത്ത് കൊണ്ട് സമൃദ്ധമായ നമ്മുടെ തളങ്കരയിൽ തന്നെ ഇക്കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒട്ടുമിക്ക കിണറുകളും കുഴൽ കിണറുകളും വറ്റി വരണ്ടുപോയി. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ ഒക്കത്തേന്തിയ കുടുംബമായി അലയുന്നൊരു കാഴ്ചയാണ് നാം എവിടെയും കണ്ടത്. ഈ ഒരു അവസരത്തിൽ നാം അല്പം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിക്ക് അനുഗ്രഹമായി ദൈവം കനിഞ്ഞരുളി നൽകുന്ന മഴവെള്ളം തോടിലും റോഡിലും കടലിലും ഒഴുകിപ്പോകേണ്ടതല്ല. അത് കാത്തു സൂക്ഷിക്കേണ്ടത്, സംഭരിച്ചു വെക്കേണ്ടത്, നമ്മുടെ മുറ്റത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളത്തെ സംരക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വീഴുന്ന മഴവെള്ളത്തെ ശേഖരിച്ച് സംഭരിച്ചു വെച്ച് അവയെ കിണറുകളും ബോർവെല്ലുകളും റീചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇത് എങ്ങനെയെന്നല്ലേ, ഇതിന് ഏറ്റവും ലളിതമായ മെത്തേഡുകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അവ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലുള്ള ചെറിയ ചെറിയ കുഴികൾ നമ്മുടെ കിണറിന് ചുറ്റും വിശാലമായ പറമ്പുണ്ടെങ്കിൽ പറമ്പിന് മുഴുവനും കുഴിക്കുക. ഇങ്ങനെ ശേഖരിക്കുന്ന മഴവെള്ളം പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കാണാം. കുഴിയിലെ വെള്ളം ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇങ്ങനെ ശേഖരിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ ജലസ്രോതസ്സുകളിൽ നീരുറവുകളായി മാറുന്നു. തന്മൂലം വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ടെറസിൽ വീഴുന്ന മഴവെള്ളം ഇതുപോലുള്ള പൈപ്പുകളിലൂടെ കിണറിലേക്ക് വിടാവുന്നതാണ്. ഇതുപോലെ ശേഖരിക്കപ്പെടുന്ന ടെറസിലെ മഴവെള്ളം കിണറുകളിലെ നീരുറവുകളിലേക്ക് ശേഖരിക്കപ്പെടുകയും അവിടെ പുതിയ നീരുറവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് റീചാർജിങ് മെത്തേഡ്. എത്ര ലളിതമല്ലേ, എത്ര എളുപ്പമല്ലേ. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ലളിതമായ കാര്യങ്ങളിൽ നാം ഇനിയും ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയൊരു ഭീഷണിയെ, ഭവിഷ്യത്തിനെ നമുക്ക് നേരിടേണ്ടി വരും. ജലം അമൂല്യമാണ്. ഒരു തുള്ളി ജലം പോലും പാഴാക്കരുത്. ട്രീയോടൊപ്പം അണിചേരുക.